ആത്മഹത്യാ പ്രതിരോധത്തിന് 1000-ലധികം വോളണ്ടിയർമാരെ സജ്ജരാക്കി തണൽ റീഹാബിലേഷൻ ട്രസ്റ്റ്. ലോക ആത്മഹത്യാ പ്രതിരോധ ദിനാചരണത്തിന്റെ ഭാഗമായാണ് പരിശീലന കോഴ്സ് സംഘടിപ്പിച്ചത്. 35 സ്ഥലങ്ങളിലായിട്ടായിരുന്നു പരിശീലനം. ആത്മഹത്യാ പ്രവണതയുള്ളവരെ തിരിച്ചറിഞ്ഞ് അവരനുഭവിക്കുന്ന മനോവ്യതകളിൽ ആശ്വാസം പകരാൻ കഴിയുന്ന സന്നദ്ധ പ്രവർത്തകരെ തയ്യാറാക്കിയെടുക്കുക എന്നതായിരുന്നു കോഴ്സിന്റെ ലക്ഷ്യം. സർട്ടിഫിക്കറ്റുകൾക്കും മോട്ടിവേഷനുകൾക്കുമപ്പുറം സഹാനുഭൂതിയോടെയും സ്നേഹത്തോടെയും മനുഷ്യരെ കാണാൻ കഴിയുന്നതിലൂടെയാണ് ആത്മഹത്യാ പ്രവണത ഇല്ലാതാക്കാൻ കഴിയുക എന്ന് തണൽ ചെയർമാൻ ഡോക്ടർ ഇദ്രീസ് പറഞ്ഞു. ഈ കൊടുക്കണ അതല്ലെങ്കിൽ വാങ്ങുന്ന ഈ ഒരു പ്രക്രിയക്ക് ഒരു വാല്യൂ ഉണ്ടാവണമെങ്കിൽ ഈ മനുഷ്യരുടെ കൂടെ അവരുടെ സങ്കടങ്ങൾ, ഒരു വിളി, ഒരു കേൾവി, ഒരു ഇടപെടൽ ഈ മനുഷ്യരുടെ മനസ്സ് മാറ്റാനും ജീവിതത്തിലേക്ക് തിരികെ വരാനൊക്കെ കഴിയുന്ന ആ പ്രോസസ്സിലാണ്. പരിശീലനം പൂർത്തിയാക്കിയ സന്നദ്ധ പ്രവർത്തകരുടെ സേവനം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ലഭ്യമാകും. ആരെയാണ് നമ്മൾ ട്രെയിൻ ചെയ്യിച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ ഡിഫറൻഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളുടെ മാതാപിതാക്കൾ, കമ്മ്യൂണിറ്റി സൈക്യാട്രിയിൽ വർക്ക് ചെയ്യുന്ന വളണ്ടിയേഴ്സ്, അതല്ലാതെ തന്നെ തണലുമായി അല്ലെങ്കിൽ മറ്റ് സന്നദ്ധ സംഘടനകളിലും വർക്ക് ചെയ്യുന്ന വളണ്ടിയേഴ്സിനാണ് നമ്മൾ ബേസിക്കലി ഇത് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. മാനസികാരോഗ്യ മേഖലയിൽ പ്രശസ്തമായ ബാംഗ്ലൂരിലെ നിംഹാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സൂയിസൈഡ് ഗേറ്റ് കീപ്പിംഗ് മൊഡ്യൂളുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 7 ജില്ലകളിലായി 1140 വളണ്ടിയർമാരെ കോഴ്സിലൂടെ സജ്ജമാക്കിയിരിക്കുന്നു. മീഡിയ 1 കോഴിക്കോട്.